കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 6 വ്യാഴാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ ഗവൺമെൻറ് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശ ഡോക്ടർമാർക്ക് പകരം ജോലിയിൽ നിന്ന് വിരമിച്ച സ്വദേശി ഡോക്ടർമാരെ നിയമിക്കണമെന്ന നിർദ്ദേശം പാർലമെൻറ്റിൽ ഉന്നയിച്ച് MPമാർ. പാർട്ട് ടൈമായോ സമയബന്ധിതമായോ ആയി സ്വദേശി ഡോക്ടർമാർക്ക് ജോലി നൽകാനാണ് മറിയം അൽ ദീൻ MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദേശ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ടെന്നും ഇത് സ്വദേശിവൽക്കരണത്തിന് തടസ്സമാകുമെന്നാണ് അവരുടെ വാദം. വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള സ്വദേശി ഡോക്ടർമാരുടെ കഴിവുകൾ ഇതിലൂടെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നും അവർ പറയുന്നു. ഡോക്ടർ അലി അൽ നുയമി, അലി അൽ ദോസ്രി, ഖാലിദ് ബുനാഖ്, അഹമ്മദ് അൽ മുസ്ലം എന്നീ MPമാരും നിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട്. വിദേശികളായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് അമിതമായ വേതനം നൽകേണ്ടി വരുന്നുണ്ടെന്നും MPമാർ വാദിക്കുന്നു. വിരമിച്ച സ്വദേശി ഡോക്ടർമാരിൽ പലർക്കും സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നും അവർ പറയുന്നു. ബഹ്റിനിൽ പുതിയതും ഉപയോഗിച്ചതുമായ വാഹനങ്ങൾ വിൽപ്പനയ്ക്കും വാങ്ങാനും സർക്കാർ പ്ലോട്ടുകൾ അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് മുഹറഖ് മുനിസിപ്പൽ കൗൺസിലർമാരുടെ പിന്തുണ. ഗതാഗതക്കുരുക്കും അനിയന്ത്രിതമായ വാഹന വ്യാപാരവും പരിഹരിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായാണ് ഈ നിർദ്ദേശത്തെ കണക്കാക്കുന്നത്. സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് അംഗം ബസേമ മുബാറക്കിൻ്റെ നേതൃത്വത്തിൽ 5 MPമാരാണ് പാർലമെൻറ്റിൽ ഈ നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത്. മുഹറഖ് മുനിസിപ്പൽ കൗൺസിലിൽ ഇന്നലെ നടന്ന പ്രതിവാര യോഗത്തിലാണ് കൗൺസിലർമാർ ഇതിനെ പിന്തുണച്ചത്. ബഹ്റിൻ രാജാവിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മെഡൽ ഓഫ് എഫിഷ്യൻസി നൽകി ആദരിച്ച പ്രമുഖ പ്രവാസി വ്യവസായിയും നോർക്ക റൂട്ട്സ് ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ B. രവി പിള്ളയെ നോർക്ക റൂട്ട്സിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച രവിപ്രഭ സ്നേഹസംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായി. നടൻ മോഹൻലാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബഹ്റിൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖലീഫ അൽ ഖലീഫ, മന്ത്രിമാരായ K. രാജൻ, KN ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ, GR അനിൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, UDF കൺവീനർ MM ഹസൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, വിവിധ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങി പ്രമുഖ വ്യക്തികൾ സംബന്ധിച്ചു. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ G. രാജ്മോഹൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ EM നജീബ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ രവി പിള്ളയുടെ രവിയുഗം എന്ന ആത്മകഥയുടെ കവർ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ടാഗോർ തിയേറ്റർ വളപ്പിൽ രവിപ്രഭ ഫോട്ടോ എക്സിബിഷൻ, പെയിൻറ്റിംഗ് മത്സര വിജയികളുടെ പെയിൻറ്റിംഗ് പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു. അൽ മന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെൻറ്റർ മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സാക്കീറിൽ വെച്ച് വിൻ്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷൂട്ടൗട്ട്, കളർ ജം, ടഗ് ഓഫ് വാർ തുടങ്ങിയ മത്സരങ്ങൾ, നസീർ ഖാൻ്റെ ചായക്കട എന്ന പേരിലുള്ള ഭക്ഷണശാല തുടങ്ങിയവ ശ്രദ്ധേയമായി. പ്രോട്ടീൻ്റെ അപര്യാപ്തതയും അന്നജത്തിൻ്റെ അമിത ഉപയോഗവും വ്യായാമക്കുറവുമാണ് ശാരീരികമായ പല വേദനകൾക്കും കാരണമെന്ന് പെയിൻ മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത ഡോക്ടർ ഷക്കീൽ ക്യാമ്പ് അംഗങ്ങളെ ഓർമ്മിപ്പിച്ചു. കഥ കേൾക്കാം ഒന്നിച്ചിരിക്കാം എന്ന സെഷനിൽ ആദർശം വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കുന്ന വഴികളും അതിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ അനിവാര്യതയും ഉണർത്തിക്കൊണ്ട് സയ്യദ് മുഹമ്മദ് ഹംറാസ് ക്ലാസ് എടുത്തു. നസീർ PK, ലത്തീഫ് CM, തൗസീഫ് അഷ്റഫ്, OV ഷംസീർ, അബ്ദുസലാം, ബിർഷാദ് ഗനി, നഫ്സിൻ, സാദിഖ് ബിൻ യഹ്യ, ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്, സുഹൈൻ ബിൻ സുഹബൈർ, ലത്തീഫ് അലിയമ്പത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട.
ശരിയാണ്. എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റൈനിലെ കുടുംബ സൗഹൃദ വേദിയുടെ 28ാമത് വാർഷികവും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അജി പി ജോയ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സിബി കൈതാരത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഫാദർ ജോൺ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി അജിത് കുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുധീർ തിരുനിലത്ത്, ട്രഷറർ ഷാജി പുതുക്കുടി എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് ഡോക്ടർ സലാം മമ്പോട്ടമുലയ്ക്ക് സാമൂഹിക പ്രവർത്തനത്തിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. ജനറൽ കൺവീനർ ജ്യോതിഷ് പണിക്കർ നന്ദി രേഖപ്പെടുത്തി. പിന്നണി ഗായകരായ സൗമ്യ സനാതനൻ, പ്രശാന്ത് പുതുക്കരി നയിച്ച ഗാനമേളയും ശുഭ അജിത് ടീമിൻ്റെ ഡാൻസ് ഒപ്പന, സഹൃദയ പയ്യന്നൂരിൻ്റെ നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. IYCC ബഹ്റൈൻ വനിതാ വേദിയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന യോഗം IYCC പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. മുബീന മൻഷിർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് വനിതാവേദി ചുമതലയുള്ള IYCC ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് അനസ് റഹീം നേതൃത്വം നൽകി. വനിതാവേദി കോർഡിനേറ്ററായി മുബീന മൻഷിറിനെ തെരഞ്ഞെടുത്തു. ജോയിന്റ് കോർഡിനേറ്റർമാരായി മിനി ജോൺസണെയും മാരിയത്ത് അമീർ ഖാനെയും തെരഞ്ഞെടുത്തു. ബാഹിറ അനസ്, നെഹ്ല ഫാസിൽ, ഷീന നൌഫൽ, രമ്യ റിനോ, ജസീല ജേഫർ, ജാസ്മിൻ അൻസാർ, സിസിലി വിനോദ്, അനിത, സൗമ്യ, താഹിറ, ജമീല, ആഷ്ന നസ്രീൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. മിനി ജോൺസൺ നന്ദി രേഖപ്പെടുത്തി. കേരള കാത്തലിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 4A സൈഡ് വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 7 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ KCA ഗ്രൗണ്ടിൽ വെച്ച് നടത്തുന്ന ടൂർണമെൻറ്റിൽ ബഹ്റൈനിലെ 6 പ്രമുഖ ടീമുകൾ മത്സരിക്കും. റൈസൻ മാത്യു കൺവീനറും ജയകുമാർ വൈസ് കൺവീനറും അനൂപ് കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് ടൂർണമെൻറ്റ് നിയന്ത്രിക്കുന്നത്. 1, 2 സ്ഥാനക്കാർക്ക് അവാർഡും ട്രോഫികളും നൽകും. കൂടാതെ ബെസ്റ്റ് സെറ്റർ, ബെസ്റ്റ് അറ്റാക്കർ, പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്, ടീം ഫെയർ പ്ലേ അവാർഡ് എന്നീ അവാർഡുകളും സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പൂൾ A, പൂൾ B വിഭാഗങ്ങളിലാകും ടീമുകൾ ഏറ്റുമുട്ടുക. കൂടുതൽ വിവരങ്ങൾക്ക് 66678072 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.